മധുരൈ ലാൻഡ് അക്വയറായി, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, പേഷ്യൻ്റ് പോകാൻ തുടങ്ങി, പേഷ്യൻ്റ് ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നും കോഴിക്കോടിൽ ലാൻഡ് അക്വസിഷൻ നടന്നിട്ടില്ല. പാർട്ടി അല്ല, എന്നോട് ചോദിച്ച കാര്യമാണ്. ഞാൻ ഇന്നും അതന്നെ എൻ്റെ മറുപടി ഒരു മാറ്റമില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു എയിംസ് വരണം. അത് ഞാൻ പറഞ്ഞു. പിന്നെ സെപ്റ്റംബറിൽ ഹെൽത്ത് മിനിസ്റ്ററും ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് നഡ്ഡാജി വന്നപ്പോൾ മാധ്യമ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞു കേരളത്തിനൊരു എയിംസ് വരും, വേഗം വരും. അത് എവിടെ വരും, എപ്പോൾ വരും, അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അവർ തീരുമാനിച്ചിട്ട് പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു കാര്യം അവിടെ ഞാൻ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസിൽ എന്നോട് ചോദിച്ചു, ഇത് കോഴിക്കോടിലല്ല വരേണ്ടത്, തൃശ്ശൂരിലാണ് പോകുന്നത്, തിരുവനന്തപുരത്തിലാണ് പോകുന്നത്. അപ്പോൾ നോക്കൂ, 2015 മധുരയും കോഴിക്കോടും, കേരളം കോഴിക്കോടായിരുന്നില്ല, ഒരേ സമയത്താണ് ഇത് അനൗൺസ്മെൻറ്റ്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു കോഴിക്കോടാണ്. മധുരൈ ലാൻഡ് അക്വയറായി, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, പേഷ്യൻ്റ് പോകാൻ തുടങ്ങി, പേഷ്യൻ്റ് ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നും കോഴിക്കോടിൽ ലാൻഡ് അക്വസിഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ട. അവരിങ്ങനെ പ്രോപ്പഗാൻഡ ചെയ്യും. കോഴിക്കോട് വരണം, വരുന്നില്ല, നിങ്ങൾ ചവിട്ടി വെക്കുന്നു. സുരേഷ് ഗോപി അത് തൃശ്ശൂർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ലാൻഡ് ആക്വിസിഷൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എവിടെയും ചെയ്തിട്ടില്ല. അപ്പൊ എന്നോടിപ്പോൾ ഫ്രാങ്കായിട്ട് ചോദിച്ചാൽ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് കിട്ടിയാൽ കൊള്ളാം, തിരുവനന്തപുരത്ത് കിട്ടിയാൽ കൊള്ളാം. സുരേഷിനോട് ചോദിച്ചാൽ സുരേഷ് വരും തൃശ്ശൂർ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം തീരുമാനിക്കാൻ പോകുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്ട്രിയും സ്റ്റേറ്റ് ഗവൺമെന്റും. സ്റ്റേറ്റ് ഗവൺമെന്റ് കോഴിക്കോട് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്, അത് കേന്ദ്രത്തിന് അറിയിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി പറയുന്നത്. അല്ല, ഈ അറിയിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. കത്തെഴുതിയ പിന്നെ ഹോസ്പിറ്റൽ ഭൂമി അക്വയർ ചെയ്യാനായിട്ട് അക്വയർ ചെയ്തിട്ടില്ലല്ലോ. അക്വയർ ചെയ്യട്ടെ ആദ്യം. അതിന് അവർക്ക് ഉള്ള സന്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം മറുപടി തന്നിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. ഇതെന്തിനാണ് നിങ്ങൾ പറയുന്നത്? ഇത് ശിവൻകുട്ടി പറയുന്നത് എനിക്ക് കാശ് കിട്ടുന്നില്ല, ഇത് ഇവരുടെ ഒരു രീതിയല്ലേ? എന്തിനാണ് നമ്മൾ ഞാൻ അത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കാരണം ഇത് വെറുതെ ഒരു ഷൂട്ട് ആൻഡ് സ്കൂട്ടാണ്. ഞാൻ ശിവൻകുട്ടിയോട് പറയാം, റവന്യൂ മിനിസ്റ്ററോട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, അങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ പറ്റണം. ഇതെന്തിനാ ഒരു ബൈറ്റ് കൊടുത്ത് ഓടുന്നു? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന നമ്മുടെ അസംബ്ലി ഇലക്ഷന്റെ സമയത്ത് ഒരു ഡിബേറ്റ് ചെയ്യണം. നോക്കൂ, അവര് അക്വസിഷൻ ചെയ്തിട്ടില്ല. തമിഴ്നാട് സർക്കാർ അക്വസിഷൻ ചെയ്തു, മധുരയിൽ ചെയ്തു, ലാൻഡ് കൊടുത്തു, എയിംസ് വന്നു, എയിംസ് ഇന്ന് നന്നായി മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഇതാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഓരോന്നും പറയാം. അല്ല, ശിവൻകുട്ടി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒരു ദിവസം ഡൽഹി പോയിട്ട് PM ശ്രീസാരിയും, മറ്റേ ദിവസം ഇവിടെ വരും, അല്ല അവിടുന്ന് കാശ് കിട്ടിയിട്ടില്ല. മൂന്നാം ദിവസം അസംബ്ലിയിൽ പോയി പറയും 75% ഗവൺമെന്റ് സ്കൂൾസ് അൺസേഫ് ആണ്. അപ്പോൾ 5 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു ഭരിക്കാൻ, നന്നായി ഭരിക്കാൻ അവസരം കൊടുത്തു. 10 കൊല്ലം ഒന്നും ചെയ്തില്ല. എന്നിട്ട് ചെയ്യാത്ത സമയം ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ഇലക്ഷന്റെ 4 ദിവസം മുമ്പ് ഓരോരോ സ്റ്റോറീസ്, ഓരോരോ നാടകം. ചെയ്തിട്ടില്ല, ലാൻഡ് അക്വയർ ചെയ്തിട്ടില്ല. എഴുത്ത് എങ്ങനെയാ എഴുത്ത് അയച്ചത്? എങ്ങനെയാ? വയ ദുബായാണോ എഴുത്ത് അയക്കുന്നത്? അത് എത്തില്ലേ എഴുത്ത്? ഫോൺ മുഖ്യമന്ത്രിയും എല്ലാ 2 ആഴ്ച ഡൽഹിയിലല്ല പോകുന്നു. എന്തുകൊണ്ട് എഴുത്ത് എഴുതുന്നു? അവിടെ പോയി പറഞ്ഞാൽ പോരെ, ഓക്കെ കോഴിക്കോട് റെഡിയാണ്, ലാൻഡ് നാളെ അക്വയർ ചെയ്യുന്നു, എയിംസ് വരും. ഇല്ല, പറയില്ല. പിന്നെ